അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 9ാം ക്ലാസ്സിലെ ഫിഖ്ഹ് മൂന്നാമത്തെ പാഠം വസ്വലാത്തുകി ഫീ ബൈതിക്. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് അലാമത്ത് മാർക്ക് ചെയ്യാനും അധികൃതി സ്വഹീഹ കറക്റ്റ് ഉത്തരത്തിന് കറക്റ്റ് ആൻസറിന് എന്ത് ചെയ്യണം, ആൻസറുകൾക്ക് മാർക്ക് ചെയ്യണം. സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്ത്. ഞാൻ ആൻസർ മാത്രം പറയുന്നുള്ളൂ. ഫിത്ന ഭയപ്പെടുന്ന സമയം സ്ത്രീകൾ മസ്ജിദിൽ ജമാഅത്തിന് പോകൽ ഹറാം. കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീ വഹാബി പള്ളിയിൽ പോയി. ആ വർഷം ഏതാണ്? 1940. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം വീട്ടിലെ സ്വകാര്യ മുറി. സ്ത്രീകളെ മസ്ജിദിൽ നിന്ന് പുറത്താക്കി ആ സ്വഹാബി ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം ഇതാണ്. സ്ത്രീകൾ മസ്ജിദിൽ പോകുന്നതിനെ കുറിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ അവരുടെ പരിചാരകരായ സ്ത്രീകളോ ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പോയിട്ടില്ല. 2. സ്ത്രീകൾ ജുമുഅക്കോ ജമാഅത്തിനോ മസ്ജിദിൽ പോകുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആരൊക്കെ? സ്വഹാബത്തും താബിഉകളും സലഫുസ്വാലിഹീങ്ങളിൽപ്പെട്ട ഇമാമുകളും മദ്ഹബിന്റെ ഇമാമുകളും. ചോദ്യം 3. സ്ത്രീകളുടെ നിസ്കാരത്തെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്ത്രീകളുടെ നിസ്കാരങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവളുടെ വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചുള്ള നിസ്കാരമാണ്. 4. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ മസ്ജിദിൽ പോയിരുന്നു. എന്തിന്? ഫത്വ ചോദിക്കാനും പ്രശ്നപരിഹാരത്തിനും. 5. ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ലാതെയായി എപ്പോൾ മുതൽ? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മറഞ്ഞു നിൽക്കണമെന്ന ഹിജാബിന്റെ ആയത്തുകൾ അവതരിച്ചതോടെ. തഹ്സീസ്. ഉമ്മു ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സംഭാഷണം എഴുതുക. ഇത് നിങ്ങളെ കുറച്ചങ്ങോട്ട് ഒഴിവായിക്കളി. ഇതൊന്ന് കൂട്ടിയാൽ മതിട്ടാ. നേരത്തെ ചോദ്യത്തിന്റെ ആൻസർ താഴത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടുന്ന് കിട്ടൂട്ട്. ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുദൂതരെ, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തിരുദൂതർ, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ വീട്ടിലെ സ്വകാര്യ മുറിയിലെ നിസ്കാരം പൊതുമുറിയിലെ നിസ്കാരത്തെക്കാളും പൊതുമുറിയിലെ നിസ്കാരം കോലായിലെ നിസ്കാരത്തെക്കാളും കോലായിലെ നിസ്കാരം നിന്റെ കുടുംബ പള്ളിയിലെ നിസ്കാരത്തെക്കാളും കുടുംബ പള്ളിയിലെ നിസ്കാരം എന്റെ പള്ളിയിലെ നിസ്കാരത്തെക്കാളും ഉത്തമമാണ്. ഇങ്ങോട്ട് എഴുതിയാൽ മതിട്ടോ. ഈ സ്ത്രീകളും ജുമുഅ ജമാഅത്തും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പാണ് തയ്യാറാക്കണം. സ്ത്രീകളുടെ നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്. സ്ത്രീകൾക്ക് വീടാണ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം.
യുവതികളും ആകർഷണീയ വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയും വരുന്ന സ്ത്രീകൾക്കും പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുക്കൽ കറാഹത്താണ്. ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം അവരുടെ വീട്ടിൽ ഏറ്റവും ഇരുട്ടുള്ള സ്വകാര്യ മുറിയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു. എന്നാൽ പിന്നീട് മറഞ്ഞിരിക്കണമെന്നാവശ്യപ്പെടുന്ന ആയത്തിറങ്ങിയപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്ത്രീകളെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവം പ്രസിദ്ധമാണ്. പ്രവാചക പത്നിമാരോ പെൺമക്കളോ ജമാഅത്തിനോ പള്ളിയിൽ പോയതായി രേഖയില്ല. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനേ. നിങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വപാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹു. മൺമാഞ്ഞവരെ ഖബർ നീ വെളിച്ചമാക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും സന്തോഷവും നൽകണേ അല്ലാഹ്. നിങ്ങളെ ഈമാനും ഹിദായത്തും തഖ്വയും ഒക്കെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.